നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നട്ടപ്പാതിര കാട്ടുതീ പോലെ കത്തുമ്പോൾ നീ സൂക്ഷിക്കണം, അന്നെന്റെ പ്രതികാരത്തിന്റെ തുടക്കമാണ്. വാചകങ്ങൾ കേട്ട് കോൾമയിർ കൊള്ളാൻ വരട്ടെ. ഗുണ്ടാ നേതാവ് ജിം സന്തോഷിന്റെ ചരമവാർഷികത്തിൽ കരുനാഗപ്പള്ളിയിലെ വിവിധയിടങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ ഫ്ലെക്സുകൾ വച്ചിരിക്കുകയാണ്. നട്ടപ്പാതിര കാട്ടുതീ പോലെ കത്തുമ്പോൾ നീ സൂക്ഷിക്കണം, അന്നെന്റെ പ്രതികാരത്തിന്റെ തുടക്കമാണ് എന്നാണ് ഫ്ലെക്സിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസമാണ് ജിം സന്തോഷിന്റെ ചരമദിനം. ഇതിന്റെ ഭാഗമായാണ് ഫ്ലെക്സ് ബോർഡുകൾ ഗുണ്ടാ സംഘങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 27 പുലർച്ചെയാണ് ജിം സന്തോഷ് എന്ന ഗുണ്ടാ നേതാവിനെ അമ്മയുടെ കൺമുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. അലുവ അതുലും സംഘവുമായിരുന്നു ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത്. അതേസമയം അലുവ അതുൽ കൊലക്കേസ് പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. 10 പ്രതികളുടെ വീട്ടിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിയത്. അതിനിടെ കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതി ഉൾപ്പെടെ കൃത്യത്തിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമായി 10 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് അലുവ അതുലിൻ്റെതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സന്തോഷ് വധത്തിന് അതുലിന്റെ കൊലപാതകവുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സന്തോഷ് വധത്തിന് ശേഷം കടത്തൂർ സംഘത്തിലെ അനീർ എന്നയാളെ ആക്രമിച്ചതിലെ പ്രതികാരമാണ് കൊലപാതകത്തിന് ആധാരം. പ്രദേശത്ത് ഗുണ്ടാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. പോലീസിനെ നാട്ടുകാരെ ഞെട്ടിച്ചാണ് ഗുണ്ടാ സംഘങ്ങൾ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം എത്രമാത്രം പോലീസ് സുരക്ഷ അവിടെയുണ്ട്. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നു, അവരുടെ നേതാവിനെ ഉയർത്തി. ഗുണ്ടാ നേതാവ് ജിം സന്തോഷിന്റെ ചരമവാർഷികത്തിൽ കരുനാഗപ്പള്ളിയിലെ വിവിധ ഇടങ്ങളാണ് ഗുണ്ടാ സംഘങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത്. നേരത്തെ കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യങ്ങളാണ് എന്ന സൂചനയുണ്ടായിരുന്നു. പിന്നിൽ കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ സംഘമായ കടത്തൂർ സംഘം എന്നാണ് സംശയം. അത്തരത്തിലൊരു സംശയമൊക്കെ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചതാണ്. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലാണ് കൊല്ലപ്പെട്ടത്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തി മടങ്ങും വഴി അലുവ അതുലും സംഘവും ആക്രമിച്ചവരാണ് കൊലയ്ക്ക് പിന്നിലെന്ന സാധ്യതയാണ് പുറത്തു വരുന്നത്. കരുനാഗപ്പള്ളി പുതിയ കാവിൽ വെച്ചാണ് പട്ടാപ്പകൽ അരും കൊലപാതകം നടന്നത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു പ്രതിയായ കുക്കു എന്ന് വിളിക്കുന്ന മനുവും വാഹനത്തിലുണ്ടായിരുന്നു. മനുവാണ് വാഹനം ഓടിച്ചിരുന്നത്. 4 പ്രതികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കാണ് കൂടുതൽ വെട്ടിയത്. തലയോട്ടി പിളർന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. കൈക്ക് വെട്ടേറ്റ മനു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടായിരുന്നു. സന്തോഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം നടക്കുന്ന സമയം തൊട്ടടുത്ത മുറിയിൽ സന്തോഷിന്റെ അമ്മയും ഉണ്ടായിരുന്നു. അന്ന് സന്തോഷിനെ കൊലപ്പെടുത്തി മടങ്ങിയ സംഘം ഓച്ചിറയിൽ വെച്ച് മറ്റൊരു സംഘത്തെ ആക്രമിച്ചു. ഈ സംഘമാണ് ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലെന്ന സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള കടത്തൂർ സംഘമാണോ പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അതേസമയം അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അലുവ അതുലിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും സംഭവത്തിൽ കൊലയാളികളും പോലീസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകളുണ്ടെന്നുമുള്ള ആരോപണവുമായിട്ടാണ് അതുലിന്റെ കുടുംബം രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതുലിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 7-ന് ജാമ്യത്തിലിറങ്ങിയ അതുൽ സുഹൃത്ത് കുക്കു എന്ന് വിളിക്കുന്ന മനുവുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം തിരികെ വീട്ടിലേക്ക് കാറിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷന് 2 കിലോമീറ്റർ അകലെ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയാളികൾക്ക് അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വിവരവും എത്തിയ ശേഷം തിരികെ പോകുന്ന വിവരവും വ്യക്തമായി കിട്ടിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മിക്കപ്പോഴും കാർ ഓടിച്ചിരുന്ന അതുൽ കാർ ഓടിക്കാതെ സമീപ സീറ്റിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊലയാളികൾ കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറിന്റെ ഇടതുഭാഗത്ത് അതുൽ ഇരുന്ന സ്ഥാനത്ത് ആക്രമണം നടത്തിയതെന്നും ഇവർ പറയുന്നു. ആക്രമണത്തിലെ മുഖ്യപ്രതി അനീർ മുൻപ് തന്നെ അതുലിന്റെ ബന്ധുവിനോട് അതുലിനെ കൊല്ലാൻ പോലീസിന്റെ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് സഹായം ചെയ്തു എന്ന് ആരോപിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസിന്റെയും പ്രതികളുടെയും ഫോൺ രേഖകളും പരിശോധിക്കണമെന്നും പ്രതികളെ പോലീസ് പിടികൂടിയതല്ലെന്നും മുൻധാരണ പ്രകാരം കീഴടങ്ങിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും അതുലിന് പോലീസ് സംരക്ഷണം നൽകിയില്ല എന്നും അതുൽ കൊലക്കേസിൽ പോലീസിന്റെ പങ്ക് തെളിയിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും അതുൽ വധക്കേസിൽ 10 പ്രതികൾ അറസ്റ്റിലായി. ഗുണ്ടാപ്പകയിൽ ഓച്ചിറ മടത്തിൽക്കാരായ്മ കൃഷ്ണവിലാസം വീട്ടിൽ അതുലിനെയാണ് പട്ടപ്പകൽ
ജനമധ്യത്തിൽ വെട്ടി കൊലപ്പെടുത്തിയത്. നേരിട്ട് സംഭവത്തിൽ ഉൾപ്പെട്ടവരും സഹായികളും ഉൾപ്പെടെ 10 പേരാണ് അറസ്റ്റിലായത്. 8 പേരെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. മുഴുവൻ പ്രതികളെയും 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത പറഞ്ഞു. സംഭവം നടന്ന ഉടൻ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിലെ മുഴുവൻ പോലീസ് മേധാവികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് 10 പ്രതികളെയും വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ കടത്തൂർ കണ്ണമ്പള്ളി തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന A. അനീർ 32 വയസ്സ്, K. വിഷ്ണു, അതുപോലെ തന്നെ A. നൗഫൽ, വടക്കതിൽ S. ഹുസൈൻ, അതുപോലെ തന്നെ മുഹമ്മദ് ആഷിഖ്, S. ഷംനാഥ്, ഇവർക്ക് സഹായികളായി പ്രവർത്തിച്ച തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, അതുപോലെ തന്നെ മൻസിൽ N. അലി ഉമ്മർ, ഷിനു പീറ്റർ, അതുപോലെ തന്നെ T. ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കി കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. അതേസമയം പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ തൊടിയൂർ ചെട്ടിയത്തുമുക്കിലെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ സംഭവ ദിവസം രാത്രി തന്നെയൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞ കാറും മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പട്ടാപ്പകൽ നടു റോഡിലാണ് അതിക്രൂര കൊലപാതകം അരങ്ങേറിയത്. പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കരുനാഗപ്പള്ളി പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ച് വെറും 1.5 മിനിറ്റിലാണ് അതുലിനെ അക്രമി സംഘം വെട്ടിയത്. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത കാർ കൊണ്ട് തട്ടി റോഡിലെ കുഴിയിലേക്ക് ഇട്ടു. പിന്നാലെ ചാടി ഇറങ്ങി അതുലിനെ വലിച്ചു പുറത്തിട്ട ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട അതുലിന് ചോര കാണുന്നതായിരുന്നു ലഹരി എന്നാണ് ഗുണ്ടാ സംഘങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എതിരാളികളെ ആക്രമിക്കാൻ കൂടമാണ് അതുൽ ഉപയോഗിച്ചിരുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ മറ്റ് ലഹരി ഉപയോഗങ്ങളോ ഇല്ലാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ലഹരി പിടിപ്പിച്ചിരുന്നതെന്നാണ് മുൻ സംഘാംഗങ്ങൾ പറയുന്നത്. വിവിധ സ്റ്റേഷനിലായി 25ലേറെ കേസുകളിൽ അതുൽ പ്രതിയാണ്. 3 വട്ടം കാപ്പ കേസിൽ അറസ്റ്റിലായിട്ടുമുണ്ട്. അലുവ ഇഷ്ടമായതിനാലാണ് ഓച്ചിറ മടത്തിൽക്കാരായ കൃഷ്ണവിലാസം വീട്ടിലെ അതുലിനെ അലുവ അതുൽ എന്ന് വിളിക്കുന്നതെന്നും അതല്ല അതുലിന്റെ കുടുംബത്തിന് അലുവയുമായുള്ള ബന്ധമാണ് ആ പേരിന് പിന്നിലെന്നും നാട്ടുകാർ പറയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.